കാരണല്ലേ ചെറുപ്പക്കാരനാണ്. വോട്ട് കൊടുക്കോ? ചേട്ടന്റെ വീട്ടിൽ നിന്ന് വോട്ടുണ്ടാവും? എന്റെ വീട്ടിൽ നിന്ന് വോട്ട് പറയാൻ പറ്റില്ല. ചേട്ടന് വോട്ട് കൊടുക്കും അഖിൽ മാരാർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് 2020 വോട്ട് കൊടുക്കും. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാർ ആയിട്ട് തൃക്കാക്കര മണ്ഡലത്തില് അഖിൽ മാരാർ വരികയാണ്. അഖിൽ മാരാരെ അറിയോ ചേട്ടന്? അറിയാം. അഖിൽ മാരാ പുള്ളി സെലിബ്രിറ്റി അല്ലേ? സെലിബ്രിറ്റിയാണ്. പുള്ളി തൃക്കാക്കര മണ്ഡലത്തിൽ എങ്ങനെ തൂത്തു വരുമോ? അതൊന്നും പറയാൻ പറ്റില്ല. 3 പേരുടെ കാര്യം പറയാൻ പറ്റില്ല. കട്ടക്കട്ടയും അഖിൽ മാരാറും കട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഇതില്ല. അങ്ങനെ പുള്ളി വരട്ടെ. ചെറുപ്പക്കാരനല്ലേ? ചെറുപ്പക്കാരനാണ്. വോട്ട് കൊടുക്കോ? ചേട്ടന്റെ വീട്ടിൽ നിന്ന് വോട്ടുണ്ടാവും? എന്റെ വീട്ടിൽ നിന്ന് വോട്ട് പറയാൻ പറ്റില്ല. എല്ലാരും വ്യക്തിപരമായിട്ട് പല പാർട്ടിയൊന്നുമില്ല. പാർട്ടി നോക്കാതെ വോട്ട് എടുക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം അഖിൽ മാരാർക്ക് വോട്ട് 2020 വോട്ട് ഇല്ല വോട്ടില്ല. ഇല്ല, ഞാൻ കൊടുക്കില്ല. വീട്ടുകാരും എനിക്കറിയില്ല. ചേട്ടാ ഇങ്ങനെ ബിഗ് ബോസ് കാണാറില്ല ചേട്ടാ? കണ്ടിട്ടില്ല. ബിഗ് ബോസ് കണ്ടവരാരും അഖിൽ മാരാർക്ക് വോട്ട് കൊടുക്കാൻ സാധ്യത എന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പുള്ളി കിട്ടണമെങ്കിൽ ജയിക്കട്ടെ. ചേട്ടൻ കൊടുക്കില്ല? ഞാൻ കൊടുക്കില്ല. നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കട്ടെ. ഒരൊറ്റ ചോദ്യം പോലെ നടന്നു. അതായത് ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില്ലേ 2020 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ വരികയാണ്. അഖിൽ മാരാർ അറിയോ? അറിയില്ല. അഖിൽ മാരാറിനെ കേട്ടിട്ട് പേര് കേട്ടിട്ടുണ്ടോ? ആളറിയില്ല. ബിഗ് ബോസ് ഒന്നും കാണാറില്ല. അഖിൽ മാരാറാണ് ഈ ചേട്ടൻ തൃക്കാക്കര സ്വദേശിയല്ലേ? അഖിൽ മാരാറിനെ അറിയില്ല. അപ്പൊ അഖിൽ മാരാറാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോണത്. അപ്പൊ ചേട്ടന് വോട്ട് കൊടുക്കും അഖിൽ മാരാർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് 2020 വോട്ട് കൊടുക്കും. അതായത് ആരാന്ന് അറിയാണ്ട് വോട്ട് കൊടുക്കും. ആളെ ആരാന്ന് നോക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കും. ചേട്ടൻ ആരാന്ന് അറിയില്ല. പക്ഷെ ഇനി ആളെ നോക്കുമ്പോ അറിയാമെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കും. നോക്കിയിട്ട് വോട്ട് കൊടുക്കും. ആരാർക്ക് വോട്ട് കൊടുക്കില്ല? വേറെ ആൾക്ക് കൊടുക്കും. അത് നമ്മൾ അറിയുന്നവര് അതാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും. ചേട്ടൻ ഒരു BJP പ്രവർത്തകനാണ്? അല്ല, ഞാൻ സ്വതന്ത്രനായിട്ട് നടക്കുന്നത്. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കണ്ടു. അത് പറയായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അത് കൂടിപ്പോവും. നമ്മൾ അതിന്റെ ആളായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പിന്മാറിയിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണം വളരെ മോശമാണോ? മോശമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഭയങ്കര ഇതായിട്ട് മാറിക്കിടക്കുമല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ. പോരായ്മയെന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഒരേ ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ ഒരേ കാര്യങ്ങൾ ചിലവിന്റെ കാര്യം ഇതാലോചിക്കുമ്പോൾ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഭരണം മാറണം ആഗ്രഹിക്കുന്നുണ്ട്. ഭരണം മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. UDF ഭരണത്തിൽ വരണം. UDF വന്നാൽ UDF അല്ലാതെ വേറെ ആരാണ്ട്? അതിപ്പോ നമ്മളിപ്പോ എന്ത് പറയാനത്? അതിപ്പം എല്ലാം ഇതേപോലെ ഇരിക്കും. ഒരേ ഇതേമാതിരി ഇരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ